ഹായ് ഓൾ, ഒരു തീവണ്ടി കണക്ക് പരിചയപ്പെട്ടാലോ? മക്കളെ നോക്കിക്കോണേ. എന്താണ് നിങ്ങൾ കാണുന്നില്ലടാ, ഒരു അടിപൊളി തീവണ്ടി കാണുന്നില്ലേ? ഈ തീവണ്ടി ഒരു പാളത്തിൽ കൂടെ ഇങ്ങനെ പോവാണ് അല്ലേ? പാളത്തിൽ കൂടെ പോകുന്ന ഈ തീവണ്ടി എന്ത് സംഭവിക്കുന്നു ആ തീവണ്ടിക്ക്? നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കടാ. കുറച്ച് ചേഞ്ച് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ സ്പീഡ്, ഡിസ്റ്റൻസ് എന്ന ടോപ്പിക് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ദൂരം കണ്ടുപിടിക്കാനും സമയം കണ്ടുപിടിക്കാനും സ്പീഡ് കണ്ടുപിടിക്കാനും ഒക്കെ പഠിക്കാറില്ലേ? അതേ ടോപ്പിക്ക് ഇവിടെ വരുന്നത് നോക്കിക്കോണേ. ഒരു ട്രെയിന്, ആ ട്രെയിനിന്റെ നീളം പറയുന്നത് 130 മീറ്റർ നീളമുള്ള ഒരു വലിയ ട്രെയിനാണ്. ഈ ട്രെയിന് 17 സെക്കൻഡ് കൊണ്ട് ഒരു പാലം കടന്നു പോവാ. അപ്പൊ ട്രെയിൻ ഒരു പാലത്തിൽ കൂടെ പോവാ. നിങ്ങൾ ട്രെയിനിലൊക്കെ പോയി ഉണ്ടാവില്ലേ? പാലത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ട്രെയിൻ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീൽ അല്ലടാ, ഒന്നായിട്ട് ഇരുട്ടൊക്കെ ആയി നല്ല രസം ഉണ്ടാവില്ലേ? അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ പാലത്തിന്, ബ്രിഡ്ജിന് 125 മീറ്റർ ലെങ്ത് ഉണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നതോ 130 മീറ്റർ നീളമുള്ള ട്രെയിന് 125 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 17 സെക്കൻഡ് സമയം കൊണ്ട് അങ്ങ് കടന്നു പോവാം. അത്യാവശ്യം നല്ല സ്പീഡിലേക്ക് പോകുന്നത് 17 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ആ ട്രെയിനിന്റെ സ്പീഡ് എത്രയെന്ന്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ട്രെയിനിന്റെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് USS എക്സാമിന് നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്, വേഗത കണ്ടുപിടിക്കണം. ഇതിനൊക്കെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മാറിപ്പോകും. എങ്ങനെയാണ് സ്പീഡിന്റെ ഇക്വേഷൻ എഴുതാം? നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആക്കി പഠിക്കാം കേട്ടോ. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് മാറിപ്പോകില്ല. നോക്കിക്കോണേ, ഇങ്ങനെ ട്രയാങ്കിൾ ആക്കി, ആ ട്രയാങ്കിൾ നമ്മൾ 3 പീസാക്കി വെച്ചിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് നോക്കിക്കോ. താഴെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം, STD ഇങ്ങനെ എഴുതി പഠിച്ചേക്കും. STD ഇങ്ങനെ പഠിച്ചു വെച്ചേ. ഇനി നിങ്ങളോട് അവർ കാണാൻ പറയുന്നത് സ്പീഡാണ് കാണാൻ പറയുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഈ സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ ബാക്കി എന്തൊക്കെയാണുള്ളത് നോക്ക്. ബാക്കി ഇതാ മുകളിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് കഴിഞ്ഞ താഴെ ഇങ്ങനെ ഒരു വരല്ലേ, ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വരല്ലേ, അത് ബൈ എന്ന് പഠിച്ചു വെച്ചോ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എത്രയാ? T ചെയ്താൽ മതി, ടൈം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ പഠിക്കുന്ന നോക്കണേ, സ്പീഡ് കാണാൻ പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ മതി. നിങ്ങൾ ആ സ്പീഡ് അങ്ങോട്ട് പൊത്തി വെക്കുക, എന്നിട്ട് ബാക്കി എന്താ ഉള്ളത് നോക്ക്. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ ബാക്കിയുള്ളത്, അതാണ് നമ്മുടെ ആൻസർ. വേഗത കാണാൻ പറഞ്ഞാൽ ദൂരം ബൈ സമയം ചെയ്താൽ മതി. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് സമയമാണ് കാണാൻ പറഞ്ഞതെന്ന് ചോദിക്കാം. അപ്പൊ T കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആ T അങ്ങോട്ട് പൊത്തി വെക്കുക, എന്നിട്ട് ബാക്കി എന്താ ഉള്ളത് നോക്ക്. ബാക്കി ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഉണ്ടാവും. അപ്പൊ നമ്മളോട് ടൈം കാണാൻ പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. ഇനി ഡിസ്റ്റൻസ് ആണ് കാണണമെങ്കിലോ, ഇനി നമുക്ക് ദൂരമാണ് കാണണമെങ്കിലോ, ഡിസ്റ്റൻസ് കാണാനോ, ഡിസ്റ്റൻസ് അങ്ങ് പൊത്തി വെച്ചാൽ താഴെ എസും ടിയും ഉണ്ടാവും. അത് ഒരേ ലെവലിലല്ലേ എസും ടി ഉള്ളത്. അപ്പൊ ഡിവൈഡ് ചെയ്യരുത്, S ഇൻറ്റു T ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇങ്ങ് പഠിച്ചു വെച്ചാൽ ഈ ട്രയാങ്കിൾ ഒക്കെ എങ്ങനെയാണ് ട്രയാങ്കിൾ ഫില്ല് ചെയ്തത്? STD എന്നാണ് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചത്. STD പഠിച്ചോ, STD. ഇനി നമ്മുടെ ക്വസ്റ്റ്യനില് സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് ഈ 3 ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് വേണ്ടത് സ്പീഡാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഈ ക്വസ്റ്റ്യനിലെ ഡിസ്റ്റൻസ് എത്രയാണ്? 130 മീറ്റർ നീളമുള്ള ട്രെയിൻ എന്നാണ് പറഞ്ഞത്. 130 മീറ്റർ ഉള്ള ട്രെയിൻ. ഈ ട്രെയിന് എത്ര മീറ്റർ ഉള്ള പാലാണ് കടന്നു പോകുന്നത്? 125 മീറ്റർ ഉള്ള പാലമാണ് കടന്നു പോകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, ഇവിടെയാണ്, ഇതാണ് ആ പാലം എന്ന് വിചാരിച്ചോ. ഇത്രയുമാണ് ആ പാലം എന്ന് വിചാരിക്കാം. ഇവിടെ നിന്നാണ് ആ ട്രെയിൻ വരുന്നത്, ഇതാണ് ആ ട്രെയിൻ. അപ്പൊ ഈ ട്രെയിൻ ഈ പാലം കടന്നു പോവാന്ന് വെച്ചാൽ, ട്രെയിൻ ഈ പാലം മുഴുവനായിട്ട് കടന്നു പോവാന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് എന്താണ്? മറന്നുപോയത്, പഠിച്ചു വെച്ചോണേ. ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് ആ ട്രെയിനിന്റെ നീളവും ആ പാലത്തിന്റെ നീളവും കൂടെ മുഴുവനായിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. കാരണം ആ ട്രെയിന് പാലം കടന്നു പോകണം, ട്രെയിൻ മുഴുവനായിട്ട് പോയി ആ ട്രെയിൻ ആ പാലം തീർന്ന് അങ്ങോട്ട് പോകണം. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് ട്രെയിനിന്റെ നീളവും അതേപോലെ പാലത്തിന്റെ നീളവും കംപ്ലീറ്റ് ആയിട്ട് കൂട്ടുക. അത് ആഡ് ചെയ്താൽ 130 പ്ലസ് 125 നമ്മൾ ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസ് എത്ര വരിക? ഇതെല്ലാം കൂടെ നമുക്ക് 255 എന്ന് വരൂലടാ. 5 3 2 5 1 1 2 255 മീറ്റർ ആയിരിക്കും നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് വരെ. മക്കളെ മാറിപ്പോവരുതേ. ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ട്രെയിന് പാലം കംപ്ലീറ്റ് കടന്നു പോവാണ്. അപ്പൊ ട്രെയിനിന്റെ നീളവും ആ പാലത്തിന്റെ നീളവും കൂടെ കഴിഞ്ഞാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് എത്രയാണ്? അത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്ന 255 ഡിവൈഡഡ് ബൈ ടൈം. എത്ര സെക്കൻഡ് കൊണ്ടാ? 17 സെക്കൻഡ് അല്ലേ? അതെ, 17 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ അത് കവർ ചെയ്തത്. അപ്പൊ ട്രെയിന് കവർ ചെയ്യാൻ എടുത്ത സ്പീഡ് 17, സ്പീഡ് അല്ല, സമയം 17 സെക്കൻഡ് ആണ്. ഈ 255 17 കൊണ്ട് നിങ്ങളൊന്ന് ഹരിച്ചു നോക്ക്. 255 ഹരിക്കണം 17 ഡിവൈഡ് ചെയ്ത് നോക്കാം. ഒരു 17 ബാക്കി 17 25 ഒരു 8 ഉണ്ടാവൂലേ? അപ്പൊ 85.
85 എത്ര 17 ഉണ്ട്? 5 എണ്ണം ഉണ്ടാവില്ലടാ. 5 7 35 5 ബാക്കി 3 5 1 5 3 8 കറക്റ്റ് ആണ്. 15 ആണ് നമുക്ക് ആൻസർ വരിക. 15. അപ്പൊ നിങ്ങൾ നോക്കണേ, നിങ്ങൾ ഡിസ്റ്റൻസ് എടുത്തത് മീറ്ററിലല്ലേ, നമ്മുടെ ദൂരം എടുത്തത് മീറ്ററിലല്ലേ, അതേപോലെ ടൈം എടുത്തത് സെക്കൻഡിലും അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുക 15 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ആൻസർ കിട്ടുക. 15 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നിങ്ങളൊന്ന് ഓപ്ഷൻ പോയി നോക്ക്, അവിടെ നല്ലൊരു പണി ഉണ്ടല്ലോ. ഓപ്ഷൻ മുഴുവൻ കിലോമീറ്റർ പെർ ഹവർ ആണ്. കിലോമീറ്റർ പെർ ഹവർ, കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് നമുക്ക് ഓപ്ഷൻസ് തന്നത്. പക്ഷെ നമുക്ക് ആൻസർ കിട്ടിയതോ മീറ്റർ പെർ സെക്കൻഡിലും. മീറ്റർ പെർ സെക്കൻഡിനെ എങ്ങനെയാണ് കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുക? അതങ്ങ് പഠിച്ചു വെച്ചോണേ. 15 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. പഠിച്ചോ ഇനി മറന്നു പോകരുതേ. മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് എങ്ങോട്ട് മാറ്റാൻ? കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഈ 15നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 15 5 വെട്ടിപ്പോയാൽ 3 5 15. ഇനി 3 × 18, 3 ഗുണിക്കണം 18 ചെയ്താൽ നമ്മുടെ ആൻസർ എത്രയാ? 54 കിലോമീറ്റർ പെർ ഹവർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ഇതാണ് മറന്നു പോയത്, ഈ കാര്യം മറന്നു പോയത്. ഇത് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക? എത്ര കൊണ്ട് ഗുണിക്കും? 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഗുണിക്കണം 18/5 × 18/5 ചെയ്താൽ മതി കേട്ടോ. അപ്പൊ 54 കിലോമീറ്റർ പെർ ഹവർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ഇല്ലേ, ദാ ഓപ്ഷൻ എ തന്നെ 54 ആണ്. നമ്മുടെ ആൻസർ കിട്ടി 54 കിലോമീറ്റർ പെർ ഹവർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താ? ആദ്യം പഠിക്കേണ്ടത് ഇക്വേഷൻ എഴുതുന്നത്, അത് തെറ്റിക്കാതെ എഴുതാൻ പഠിക്കുക കേട്ടോ. സ്പീഡിന്റെ ആൻസർ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇനി ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എന്താ എടുത്തത്? ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും കൂടെ കൂട്ടിയിട്ടാണ് ഡിസ്റ്റൻസ് എടുത്തത്. സമയം എത്രയാ? ടൈം 17 സെക്കൻഡ്. അപ്പൊ അത് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടി. നമ്മൾ എങ്ങോട്ട് മാറ്റി? കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റി. അതിനുവേണ്ടി എന്താ ചെയ്തത്? ഓർമ്മല്ലേ? എന്താ ചെയ്തത്? ഗുണിക്കണം 18/5 ആണ് ചെയ്തത്. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടി? 54 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ അല്ലടാ? അപ്പൊ നന്നായി ചെയ്ത് പഠിക്കട്ടോ. സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ട്രെയിനിന്റെ പ്രോബ്ലം നന്നായി പഠിക്കാം. ഓക്കെ, ബൈ.